അസ്സലാമു അലൈക്കും. ഇത് നല്ല ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതായത് നമ്മുടെ മഷ്റൂം കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിൽ അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിനകത്തോട്ട് 2-3 കഷ്ണം ചെറുള്ളി, 3-4 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന ബാക്കി ചേരുവകൾ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 2 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, ഒരു 3-4-5 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി, അത് ഓപ്ഷണലാണ്, അത് വേണമെന്നില്ല, എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചതച്ചെടുത്ത അരപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചട്ടിയിലും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ചട്ടിയിലെ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുള്ളിയൊക്കെ ചതച്ച് കൂട്ടിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന്, നല്ല മൂക്കണ്ട, ഒരു ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളകും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട കാര്യമില്ല. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണിട്ട് കൊടുക്കുക. ഈ കൂണും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ഇച്ചിരി വെള്ളം, നമ്മൾ മഷ്റൂമിന് വെള്ളം ആവശ്യമില്ല, പിന്നെ ആ ജാറ് ഒന്ന് കഴുകിയ വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അത് ഇളക്കി നോക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും. ഇനി ഒരല്പം കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറ്റിയ ശേഷം തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.